ഹായ് എവരിവൺ. DC എന്നിട്ടുള്ള മൂവിയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ട്രെയിലർ കണ്ടു, നന്നായിട്ടുണ്ട്. ഒരു ഗാങ്സ്റ്റർ പടം എന്ന് പറയാൻ പറ്റില്ല, ഒരു മോൺസ്റ്റർ പടം, ഒറ്റയ്ക്ക് വരുന്ന രീതിയിലുള്ള പടം. ഡയറക്ടഡ് ബൈ അരുൺ മാതേശ്വരൻ. ഇത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് ലോകേഷ് കനകരാജിന്റെ ആക്ടിംഗ് ആണ്. ലോകേഷ് കനകരാജാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട്, നായകനായിട്ട് വരുന്നത്. ഒപ്പം പേരായിട്ട് വാമിക ഗബ്ബി. വാമിക ഗബ്ബി നമ്മൾ ധാരാളം ഗോദ ഉൾപ്പെടെയുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ലോകേഷ് കനകരാജിന്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം മാത്രമേ ഈ സിനിമയിൽ നമുക്ക് ഉറ്റുനോക്കേണ്ടതായിട്ടുള്ളൂ. ഇതിൽ എനിക്ക് നോക്കുമ്പോൾ ഒരു ഗുണ്ട അല്ലെങ്കിൽ ഒരു പ്രാദേശിക ഒരു തല്ലുമിടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പ്രാദേശികമായിട്ടൊരു കലിപ്പൻ എന്നുള്ള ലെവലാണ്. വാമിക ഗബ്ബിയെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വരുന്നു. വാമിക ഗബ്ബിയെ സംരക്ഷിക്കുന്നു പല ഗുണ്ടകളുടെ അടുത്തുനിന്നും. അങ്ങനെയാണ് എനിക്കിതിൽ തോന്നുന്നത്. അതിലെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ബാക്കി സിനിമ വന്നാൽ മാത്രമേ അറിയൂ. എന്തായാലും സിനിമ എന്ന റിലീസ് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കമ്മിങ് സൂൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും വരട്ടെ, വരുമ്പോൾ അറിയാം. ഡയറക്ടർ ലോകേഷ് കനകരാജ്, ആക്ടർ ലോകേഷ് കനകരാജ് ആവുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. പുള്ളി ഇനി ആക്ടിങ്ങിൽ ഇനി ഗുണം പിടിക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഇനിയും പല ഓഫറുകൾ വരാനും അങ്ങനെ പുള്ളി കുറച്ചു കാലം അങ്ങനെ പോയി കുറച്ച് സമ്പാദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് ലോക്കി വേഴ്സിന്റെ ഫാൻസ്. അന്ന് വിക്രം കഴിഞ്ഞു, ലിയോ വന്നു, ഇപ്പോൾ അണ്ണൻ രാഷ്ട്രീയത്തിലേക്ക് പോയി, അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ലോകേഷ് അതിന്റെ ഇടയ്ക്ക് കൂലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ ഞാൻ പറയാ, ഒരു സംഭവം ഇറക്കി വിട്ടു. അത് അങ്ങനെ പോയി, പൈസയും പോയി. അപ്പൊ അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയില് പെട്ടെന്ന് പുള്ളി ഒന്നും ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലത്. നല്ലൊരു സ്ക്രിപ്റ്റും, ഇപ്പൊ കൈദിയുടെ കാര്യം അറിയാലോ, കൈദിയുടെ നമ്മുടെ കാർത്തിയുടെ മകളൊക്കെ പടർന്ന് പന്തലിച്ചു, ചെറിയ കുട്ടിയൊക്കെ വലിയ കുട്ടിയായി. അപ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇനി ചെയ്യണേക്കാൾ നല്ലത് നല്ല ആലോചിച്ച് സമയമെടുത്ത് നല്ലൊരു സ്ക്രിപ്റ്റോട് കൂടി വരിക തന്നെയാണ് നല്ലത്. ലേറ്റ് ആവുക എന്തായാലും ലേറ്റസ്റ്റ് ആ വരുവേ എന്നൊക്കെ പറയും പോലെ നമുക്ക് എന്തായാലും നോക്കി മനസ്സിലാക്കാം, കണ്ടറിയാം എന്തായാലും. അപ്പൊ നിങ്ങൾ ഡീസറെ ട്രെയിലർ കണ്ടോ? കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.